ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെ സ്വന്തമാക്കിയിട്ടുണ്ട്. സോ ഈ ഒരു ചങ്ങായിയുടെ ഒരു പണി ടീമിൽ എന്താണെന്ന് ഞാൻ വ്യക്തമായി ഈ ഒരു വീഡിയോയിൽ പറയാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇദ്ദേഹത്തിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് സൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോൺസർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡേ ടു ഡേ കാര്യങ്ങൾ നോക്കുക. ഇത് മൂന്നുമാണ് ഇദ്ദേഹത്തിന് മെയിൻ ആയിട്ടുള്ള പണി. അതുപോലെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഓരോ ക്ലബ്ബുകളും ടിക്കറ്റ് വിൽക്കുന്ന റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് റേറ്റിൽ വിൽക്കുന്നത് ഒഡീഷ FC ആണെങ്കിൽ പോലും നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് പഞ്ചാബ് FC ആണ്. കാരണം അവർ ഫ്രീ ഓഫ് കോസ്റ്റിനാണ് ടിക്കറ്റൊക്കെ നൽകുന്നത്. അതിന് പുറമെ രണ്ടാം സ്ഥാനത്ത് വരുന്നത് ഒഡീഷ FC, ഈസ്റ്റ് ബംഗാൾ, മോഹൻ ബഗാൻ, ജംഷഡ്പൂർ FC 50 രൂപയുടെ ടിക്കറ്റ് വരെ കാണികൾക്ക് മുന്നിൽ വയ്ക്കുന്നുണ്ട്. സോ ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് റേറ്റ്, കുറഞ്ഞ ടിക്കറ്റ് റേറ്റിൻ്റെ ലിസ്റ്റിൽ തന്നെ ഏറ്റവും അവസാന സ്ഥാനത്ത് നിൽക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ആണ്. അവരുടെ മിനിമം ടിക്കറ്റ് റേറ്റ് വരുന്നത് 299 രൂപയാണ്. അതുപോലെ കഴിഞ്ഞ മാച്ച് വീക്ക് 3 ടീം ഓഫ് ദി വീക്കിൽ ഇടം നേടിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് താരമായ നോവ സദോയി. സോ ബ്ലാസ്റ്റേഴ്സ് താരമായി ഇദ്ദേഹം മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ. ഇതിനു പുറമെ ബംഗളൂരു FC താരങ്ങൾ തന്നെയാണ് കൂടുതലും ഇതിൽ ഉൾപ്പെടുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് കാണുന്നൊരു റൂമറാണ് ഈസ്റ്റ് ബംഗാൾ FC ആകട്ടെ നമ്മുടെ ഇവാൻ മിഖോമിനോവിച്ച് ആശാന് ഒരു ഓഫർ നൽകിയതായി. സോ ഇതിന് പിന്നാലെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓൾറെഡി കഴിഞ്ഞ വർഷം ഇദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് പുറമെ വേറെ ഏതെങ്കിലും ക്ലബ്ബുകളിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്ന് അദ്ദേഹം തുറന്നടിച്ചെന്ന് പറഞ്ഞതാണ്. കാരണം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് പൈസ കൊണ്ട് നമുക്ക് അന്തസ്സോ അഭിമാനമോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറോ ഒന്നും വാങ്ങാൻ സാധിക്കില്ല എന്ന്. സോ റൂമേഴ്സ് ഒക്കെ അനുസരിച്ച് നമുക്ക് അറിയാൻ സാധിച്ച കാര്യം എന്ന് വെച്ചാൽ ഇവാൻ മിഖോമിനോവിച്ച് ഈസ്റ്റ് ബംഗാളിന്റെ ഓഫർ റിജക്ട് ചെയ്തതായിട്ടാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് രേഖപ്പെടുത്താനും ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.